ഹായ്, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നിഷിതയാണ്. എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻസിന്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. Hi, I'm Dr. Nishita Vijay Adiyodi. ഞാൻ maxillofacial surgeon ആണ് and I'm working in Dermaglo, Palarivattam as a senior surgeon. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് തുടങ്ങാം. ഓക്കെ, എന്തായിരിക്കും പ്രോസസ്സ്? എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ തന്നെയാണ്. സോ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഹാസ് ടു കം ടു ദ ക്ലിനിക് ആൻഡ് കൺസൾട്ട് വിത്ത് ദ ഡോക്ടർ. എന്നിട്ടൊരു ഡീറ്റെയിൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്യുന്നത് എന്ന് ഇപ്പം കൺഫേം ചെയ്തിട്ട് ദെൻ വി ഗോ ഫോർ ദ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് നമ്മുടെ പ്രോപ്പർ ബ്ലഡ് ചെക്കപ്പാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ വെദർ യു ഹാവ് എനി ഇപ്പം എന്തെങ്കിലും ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും ലൈക്ക് വെദർ യു ഹാവ് ഡയബറ്റീസ് ഓർ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ, ദിസ് ഇസ് എ മാൻഡേറ്ററി സ്റ്റെപ്പ്. ആക്ച്വലി നമ്മളൊരു പ്രൈമറി ഫുൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടേ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കിയതിന് ശേഷമായിരിക്കും ഇതിനോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമലി എന്തെങ്കിലും സിംറ്റംസ്, എന്ത് സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് വരേണ്ടതായിട്ട് വരുന്നത്? സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം പേഷ്യൻസ് ഇങ്ങനെ ഇതുപോലെ ഹെയർ ഫോൾ കൂടുന്നു, അല്ലെങ്കിൽ ഹെയർ തിന്നിങ് വരുന്നു, സ്കാൽപ്പ് വിസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ക്യാൻ ബി മെയിൽ ഓർ ഫീമെയിൽ, രണ്ട് പേഷ്യൻസ് ആണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ കൺസേൺസ് കണ്ടു തുടങ്ങുമ്പോഴാണ് ശരി ഇനിയിപ്പം കൺസൾട്ടേഷന് പോകാം ഓർ ഐ ഹാവ് ടു കൺസൾട്ട് വിത്ത് എ ഡോക്ടർ എന്നൊരു ഇത് വരുന്നത്. ചിലവർ അതിൻ്റെ മുമ്പേ ലൈക്ക് ദേ ട്രൈ വിത്ത് ദീസ് എന്താ പറയുക, ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ സീറംസ് ഇതൊക്കെ കുറേ പേര് ട്രൈ ചെയ്യും. But my opinion would be to first consult with a doctor ആദ്യം before you go on to these procedures. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് തന്നെ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വെദർ ദീസ് ആർ റിക്വയർഡ് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇങ്ങനെ അപ്പം നമുക്കൊരു ചെറുതായിട്ട് ഇപ്പം തിന്നിങ് വരുന്നു, അല്ലെങ്കിൽ സ്കാൽപ്പ് വിസിബിലിറ്റി വരുന്നു, ഹെയർ ഫോൾ ഇപ്പം യൂഷ്വലി ഉള്ള ഹെയർ ഫോളിനെക്കാളും കൂടുതൽ ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ കം ഫോർ എ കൺസൾട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾക്ക് ഇപ്പോൾ നോർമലി എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഹെയർ ഫോൾസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണോ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ. നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഏത് കണ്ടീഷനായിട്ടാണ് വരുന്നത് എന്ന് കണ്ടു കഴിയുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെയർ ലൈൻ കറക്ഷൻ ആണ്, ഇപ്പം നെറ്റി വല്ലാതെ കയറിയിട്ടുണ്ട് ആൻഡ് ദേ വോണ്ട് ടു കറക്റ്റ് ദ ഹെയർ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈവൻ ദോ കാര്യമായ ഹെയർ ലോസ് ഇല്ല, പക്ഷെ നമുക്കിപ്പോൾ നെറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, കുറച്ച് നെറ്റി താത്തണം, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം അത് സർജിക്കൽ പ്രോട്ടോകോൾസിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പം വെറും ഹെയർ തിന്നിങ്ങേ തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ, കാര്യമായിട്ട് അങ്ങനെ ഹെയർ ലോസ് വന്നിട്ടില്ല, ഇങ്ങനെ നമുക്ക് തിൻ ഹെയർ ഉണ്ട്, ശരി സ്കാൽപ്പ് വിസിബിലിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ യു നീഡ് നോട്ട് ഗോ ഫോർ എ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഡയറക്ട്ലി. നമുക്ക് അതിൻ്റെ മുമ്പേ നമുക്ക് മെയിൻ്റനൻസ് തെറാപ്പിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് GFC, PRP ഓർ ഈവൻ മിനോക്സിഡിൽ സീറംസ് ഇഫ് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്നിട്ടും ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഓർ ഇഫ് ദ കണ്ടീഷൻ ഹാസ് പ്രോഗ്രസ്ഡ്, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഇത് ചെയ്യുന്ന ആളുകളുടെ ഏജ് അത് എങ്ങനെയാണ് വരുന്നത്? നോർമലി ഇപ്പം 25 ഇയേഴ്സിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട എന്ന് തന്നെയാണ് അതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു രീതി ആക്ച്വലി. അപ്പോൾ ചിലവർക്ക് പക്ഷേ ഏർലി ആയിട്ട് തന്നെ ഹെയർ ലോസ് തുടങ്ങാം, ഹെയർ ഫോൾ തുടങ്ങാം. അങ്ങനെയുള്ളപ്പോൾ വി ക്യാൻ ഗോ ഫോർ GSC ട്രീറ്റ്മെൻറ്റ് ഓർ PRP ട്രീറ്റ്മെൻറ്റ്സ്. അതാദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ 25 കഴിഞ്ഞിട്ട് ഇപ്പം പ്രോപ്പർ ഹെയർ ലോസ് ഉണ്ട്, ഇപ്പം കാര്യമായിട്ട് കഷണ്ടി തുടങ്ങി എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ആദ്യം ഒന്ന് വി ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഓരോ ആളുകൾ വന്നിട്ട് ഇപ്പോൾ നോർമലി സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പോലുള്ള ഫോട്ടോസ് കാണിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ആളുടെ മൈൻഡിലുള്ള ഫോട്ടോസൊക്കെ കാണിച്ച് അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അത് ഒന്നാമത്തെ എത്രത്തോളം ഇവർക്ക് സിവിയറിറ്റി ഓഫ് ദ ഹെയർ ലോസ് എത്രയുണ്ട് എന്ന് ആദ്യം നോക്കണം.
ഇപ്പം നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ഹെയർ ലോസ് ഉള്ള ആൾ ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ ഫുൾ തിക്നെസ്സിലുള്ള ഹെയർ കാണിച്ചിട്ട് ഇതുപോലെ ഹെയർ ലൈൻ വേണം, ഇതുപോലെ എനിക്ക് ഫുൾ ഡെൻസിറ്റി വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ അങ്ങനെയുള്ളപ്പോൾ. അപ്പോൾ പക്ഷേ ഇപ്പം അവർക്ക് കുറച്ച് ഹെയർ ലോസേ വന്നിട്ടുള്ളൂ, നമുക്ക് ഇപ്പോൾ ഈ ടെമ്പിൾ ഏരിയ കുറച്ചൊന്ന് കയറി, ഫ്രണ്ടിലും കുറച്ചൊന്ന് കയറി, ആൻഡ് ഡോണർ ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ അഗൈൻ അപ്പോഴും നമുക്ക് സർജിക്കൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാനുണ്ട്. നമുക്കൊരു പെർട്ടിക്കുലർ മെഷർമെൻറ്റ് ഉണ്ട്, ആ മെഷർമെൻറ്റിൻ്റെ മേലേക്ക് നമുക്ക് ആക്ച്വലി ഹെയർ ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ അതിൻ്റെയൊക്കെ താഴേക്ക് വരുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഭയങ്കര ഒരു അൺനാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. ഇറ്റ് വിൽ ലുക്ക് വെരി ആർട്ടിഫിഷ്യൽ, നമുക്കൊരു വിഗ് വെച്ചൊരു ലുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് വരച്ച പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ഇപ്പം ഈവൻ സെലിബ്രിറ്റീസിൽ ഇപ്പോൾ ഇങ്ങനെ കണ്ടു, ഇങ്ങനത്തെ ഒരു ഹെയർ ലൈൻ കണ്ടു, അതേ ഫേസ് സ്ട്രക്ചറോ അതേ ബോൺ സ്ട്രക്ചർ ആയിരിക്കില്ല ഈ പേഷ്യൻറ്റിനും. അപ്പോൾ ഇപ്പോൾ ചിലവർക്ക് ഇപ്പം വിഡോ സ്പീക്ക് വേണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഇവരുടെ ഒരു ബോൺ സ്ട്രക്ചർ എങ്ങനെ, ഇവരുടെ ഒരു ആംഗുലർ ഇപ്പോൾ ചിസൽ ജോ ലൈനും അങ്ങനെ കുറച്ച് ഷാർപ്പ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം കുറച്ച് റൗണ്ട് ആയിട്ടുള്ള ഇച്ചിരി ചബ്ബി ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ്. അവരുടെ ഫേഷ്യൽ സ്ട്രക്ചർ നോക്കണം, അവരുടെ സിവിയറിറ്റി ഓഫ് ദ ഹെയർ ലോസ് നോക്കണം, ഡോണർ ഏരിയയുടെ ഡെൻസിറ്റി നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടേ നമുക്ക് ഇങ്ങനെ ഇവർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ യു ഹാവ് ടു ഫോളോ സർട്ടൻ സർജിക്കൽ പ്രോട്ടോകോൾസ് ടു ഗെറ്റ് എ വെരി നാച്ചുറൽ വിത്തൗട്ട് എനി ആർട്ടിഫിഷ്യാലിറ്റി, നല്ല നാച്ചുറൽ ലുക്കിംഗ് ഔട്ട്കം വരണമെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്താലേ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് വരുള്ളൂ. അങ്ങനെ. ഓക്കെ, ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്കിത് എത്ര സിറ്റിംഗ് കൊണ്ടാണ് നമുക്കൊരു സർജറിയിലേക്ക് എത്താനായിട്ട് സാധിക്കുക? ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ കൺസൾട്ടേഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ. ഇങ്ങനെ വന്ന് നമ്മൾ കണ്ടു ജസ്റ്റ് വരച്ചു വിട്ടു അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പർലി ഇവരുടെ ഹിസ്റ്ററി എടുക്കണം, ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഡോണർ ഏരിയ പ്രോപ്പർലി അസസ് ചെയ്യണം, സിവിയറിറ്റി ഓഫ് ദ ഹെയർ ലോസ് നോക്കണം, ഇവരുടെ എക്സ്പെക്ടേഷൻ മാനേജ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ചിലവർ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിട്ടായിരിക്കും വരിക. അവർക്ക് ഇങ്ങനെ ഇത്രയും ഫുൾ ഡെൻസിറ്റി ഹെയർ വേണം, ഈ ഒരു 6 months ആകുമ്പോൾ തന്നെ ഇത്ര വളരണം. അപ്പോൾ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഇൻ ഓൾ കേസസ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ അവരുടെ ആദ്യം നമുക്ക് എക്സ്പെക്ടേഷൻ അവരുടെ മാനേജ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ ഇത്ര വരില്ല, നമുക്ക് ഇത്ര ഡോണർ ഏരിയയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ ഡോണറിനെ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഈവൻ ബിയർഡൊക്കെ എടുത്താൽ പോലും ബിയർഡൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ പോലും നമുക്ക് ചിലപ്പോൾ ഫുൾ കവറേജ് കിട്ടണം എന്നില്ല. അപ്പോൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് യു ഹാവ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്. അവരിപ്പം അവരുടെ എക്സ്പെക്ടേഷൻ കുറേയൊക്കെ ഇപ്പം റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര ഒരു പ്രോബ്ലം അല്ല. ചിലവർ പറയുന്ന ഇത്രയും കാലം എനിക്ക് കഷണ്ടി ആയിരുന്നു, ഇത്രയും കാലം എനിക്ക് ബാൾനെസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹെഡ് ഫുൾ ഓഫ് ഹെയർ വന്നാൽ എല്ലാവർക്കും മനസ്സിലാവും, അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് മൊത്തം എനിക്ക് വേണ്ട, കുറച്ച് ഈ ഒരു ഏരിയ മാത്രം കവർ ചെയ്താൽ മതി, കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രൊഫൈൽ ഡിഫറൻസ് വേണം, അങ്ങനെയുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ചെയ്യുന്നത് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ ഒരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല, ഈ സർജറി ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് ആദ്യം നമുക്ക് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ജീവിത ശൈലി ഇത് വരുമ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമല്ലോ, അതെന്തൊക്കെയായിരിക്കും? ഇപ്പം അത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കണം പേഷ്യൻറ്റിൻ്റെ. ഇഫ് ദ പേഷ്യൻറ്റ് ടേൺസ് ഔട്ട് ടു ബി ഇപ്പം ഡയബറ്റിക് ആണ്, അണ്ടർ മെഡിക്കേഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇവരുടെ മെഡിസിൻസ് പ്രോപ്പർലി എടുക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് എൻ ആവറേജ്. നമ്മൾ ഈ 3 months ആവറേജ് ആണ് ഈ HbA1c എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് എടുത്താലേ നമുക്ക് ഇവരുടെ ലെവൽ ഓഫ് കൺട്രോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇവർ ഈ സമയത്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇപ്പം സർജറി കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യുമെന്ന് നമുക്ക് യു കനോട്ട് ഉറപ്പില്ല നമുക്ക്. അപ്പോൾ ഈ HbA1c എന്ന് പറയുന്നത് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇപ്പൊ ചിലപ്പോൾ ഫാസ്റ്റിംഗ് അന്ന് ചിലപ്പം എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് ഓക്കെ ആയിരിക്കാം, അത് കഴിഞ്ഞിട്ട് ഈവൻ PPBS എടുക്കുവാണെങ്കിലും ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കാം. പക്ഷേ HbA1c ചിലപ്പം ഭയങ്കര ഹൈ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്ത് HbA1c ഡൗൺ ആയിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ HbA1c മൈ ബി ഓക്കെ, ഫാസ്റ്റിംഗ് ഓഫ് ദ ചാർട്ട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഗൈൻ ഇറ്റ്സ് ബെറ്റർ ടു വെയിറ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോഴേ നമുക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഇത് ഡയബറ്റിക്സ് ആണെങ്കിൽ ഇങ്ങനെ, ഈവൻ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും നമ്മൾ BP അണ്ടർ കൺട്രോൾ ആണോ എന്ന് നോക്കണം നമ്മൾ. അപ്പോൾ BP അണ്ടർ കൺട്രോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വി ഹാവ് ടു സെൻഡ് ദം ടു എ ഫിസിഷ്യൻ
ടു ഗെറ്റ് ദിയർ BP അണ്ടർ കൺട്രോൾ, മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ട് വേണം ഇതിലേക്ക് പോകാൻ, ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പിലെത്തി നമ്മളൊരു ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇത് ഫോളോ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഈ ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ഇതുപോലെ എത്ര സിറ്റിംഗ്സ് ആയിട്ടൊക്കെ നമ്മൾ എത്തേണ്ടി വരും ആഫ്റ്റർ ദ പ്രൊസീജിയർ? വൺസ് ഏറ്റവും ബിഗിനിങ്ങിൽ ലൈക്ക് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ ആഫ്റ്റർ 1 വീക്ക് ആദ്യത്തെ ഒരു ഹെഡ് വാഷ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് യു ആർ നോട്ട് ഡൂയിങ് എനി ഹെഡ് വാഷ്, നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഡയറക്റ്റ്ലി ക്ലിനിക്കിലാണ് വരേണ്ടത്. അപ്പൊ അതിന് അതൊരു ക്ലോട്ട് റിമൂവൽ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണല്ലോ, കുറെ മൾട്ടിപ്പിൾ പ്രിക്സും ഉണ്ട്. അപ്പൊ ഓരോ പ്രിക്കിനും ക്ലോട്ട്സ് വരാം. അപ്പൊ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കളയുന്നതേ ഉള്ളൂ, അവർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ക്ലോട്ട്സ് മേ ബി അവിടെ അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഇതൊരു പ്രോപ്പർ ഒരു പ്രൊഫഷണൽസിനെ വെച്ചിട്ട് ഇത് ഒരു പ്രോപ്പർ റിമൂവൽ, ഇത് ക്ലീൻ ചെയ്ത് അത് ക്ലോട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഹെഡ് വാഷ് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് 1 വീക്ക് കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്ലി വൺസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ മന്ത്ലും വി ഓൾസോ ഹാവ് എ ഐഡിയ ഇവർ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ, ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, ഡാൻഡ്രഫ് കൺട്രോൾ ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ആ സമയത്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ ഒരു 1 to 3 months എന്ന് പറയുന്നത് ഇതുപോലെ ആ സമയത്ത് ഹെയർ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് എ ഷെഡിങ് ഫേസ് ഇങ്ങനെ. അപ്പോൾ പേഷ്യൻസിന് ആ സമയത്ത് ടെൻഷനാണ് ആക്ച്വലി. ഈ ഒരു ഫസ്റ്റ് 3 months അവരും ടെൻഷൻ അടിച്ചിട്ട് അയ്യോ വീണ്ടും പോയി അതെ ഉള്ളതും പോകുന്നുണ്ട്, പില്ലോയിൽ ഇത്രയും മുടി കാണുന്നു ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ മാനേജ്മെന്റും കൂടെയാണ് ഇതിന്റെ കൂടെ. വി ഹാവ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്, പാസിഫൈ ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇങ്ങനെയാണ് കാര്യം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പിന്നെ അവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇറ്റ് ഇസ് അതുകൊണ്ടാണ് ഈ ഓരോ മന്ത്ലി വൈസ് നമ്മൾ വന്ന് കാണണം എന്ന് പറയുന്നത്. അവർക്കും ഒരു അഷ്വറൻസ് ആണ്, നമുക്കും ഫോളോ അപ്പ് ചെയ്യാനും എളുപ്പമാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു 8 month വരെയാണോ നമുക്ക് 8 month വരെ നമുക്ക് ഇതുപോലെ തന്നെ പോയതിനു ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അല്ലേ, അടുത്ത ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ നോർമലി ഈ മുടി കൊഴിയുക അതല്ലെങ്കിൽ ഡാൻഡ്രഫ് വരിക ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ കണ്ടുവരാറുണ്ടോ? നമ്മൾ നോർമൽ ഹെയർ പോലെ തന്നെ വരുമോ ഇതിന്? അതെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മുടെ തന്നെ ഓൺ ഹെയർ ആണ് ഇവിടെ ഈ റെസിപ്പിയന്റ് ഏരിയയിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഹെയർ പോലെയും അതിനൊരു ഹെയർ സൈക്കിൾ ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഇതുപോലെ തന്നെ കൊഴിച്ചിലുണ്ടാകാം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു സ്കാൽപ്പിലത്തെ ഒരു കണ്ടീഷനാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലും ഡാൻഡ്രഫ് ഉണ്ടാകാം. അപ്പോൾ പിന്നെ ഡാൻഡ്രഫ് ഇതുപോലെ തന്നെ എപ്പോഴും കൺട്രോൾ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ഓരോ മന്ത് നമ്മളെ വന്ന് കാണുമ്പോഴേ ഇതൊക്കെ അവരെയും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഹെയർ സിറംസ് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യണത് മാത്രമാണോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആക്ച്വലി. നമ്മൾ സാധാരണ പോലെ ഇപ്പം യൂഷ്വലി യൂസ് ചെയ്യുന്ന സീറംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒരു സർജറി കഴിഞ്ഞ ഒരു ഏരിയയിൽ ഇറ്റ് മേ നോട്ട് ബി സൂട്ടബിൾ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മെഡിക്കേറ്റഡ് സീറംസ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഷാംപൂസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഇവിടുന്ന് തന്നെ ഇതിൻ്റെ അഡ്വൈസസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദ പ്രൊസീജിയർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ കൂടുതൽ ഹെൽമെറ്റ് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പൊടി ഒക്കെ കൂടുതൽ വരുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആഫ്റ്റർ കെയർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു 1 വീക്ക് എന്തായാലും ഒബ്വിയസ്ലി ഹെൽമെറ്റ് പറ്റില്ല. ട്രൈ ചെയ്യാതിരിക്കുക. ആ ഒരു 1 വീക്ക് ഒന്ന് നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യുക, വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ക്ലോട്ട് റിമൂവൽ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് ഫുള്ളി യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. യു കനോട്ട് ടെൽ ദം വർക്കിന് പോകരുത്, 2-wheeler യൂസ് ചെയ്യരുത്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആ സമയത്ത് പറയാൻ പറ്റും, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് അകത്ത് വെച്ചിട്ട് എന്നിട്ട് ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഡേർട്ട് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ അതൊക്കെ നമുക്ക് കുറയ്ക്കാം അങ്ങനത്തേല്. പിന്നെ ഡയറക്റ്റ് ഒരു ട്രാക്ഷനും വരത്തില്ല ഈ ഹെൽമെറ്റിന്റെ, ഒരു ഇടയിലുള്ള ഒരു ചെറിയൊരു ബാരിയർ ഉണ്ട് അങ്ങനെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് ആയിരിക്കും, എന്തൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കും അവർ പോകേണ്ടി വരിക? അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം സർജറിക്ക് ഇപ്പോൾ വരുന്ന പേഷ്യൻസ് ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു പ്രീ ഓപ്പ് മെഡിക്കേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അലർജി ടെസ്റ്റ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അനസ്തീഷ്യ, യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, നമ്മൾ ഇവിടെ ഇഞ്ചക്ഷൻസിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇതിനൊക്കെ
അലർജി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ. അപ്പോൾ അലർജി ഇല്ല എന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദ പ്രൊസീജിയർ. പിന്നെ ഉള്ളത് ഹെയർ ലൈൻ ഡിസൈനിങ് ആണ് ആക്ച്വലി. അപ്പോൾ പേഷ്യൻ്റ് നമ്മൾ ഇരുത്തിയിട്ട് വി സീ ഹൗ ഹിസ് ഫീച്ചേഴ്സ് ആ എങ്ങനെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ സർജിക്കൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തിട്ട് നമ്മളൊരു പ്രോപ്പർ ഹെയർ ലൈൻ ഡിസൈനിങ് ആണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹെയർ ട്രിമ്മിങ്ങും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വി മാർക്ക് ദ ഡോണർ ഏരിയ. പിന്നെയാണ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വി ടേക്ക് ദ പേഷ്യൻറ്റ് ഇൻ ടു ദ OT ടു സ്റ്റാർട്ട് വിത്ത് ദ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഈ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് വൈപ്പ് യൂസ് ചെയ്തിട്ട് ഈ ബാക്കിലത്തെ ഡോണർ ഏരിയ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് LA കൊടുത്തിട്ട്, അതായത് ലോക്കൽ അനസ്തേഷ്യ ഇഞ്ചെക്ട് ചെയ്തിട്ട്, എന്നിട്ട് പിന്നെ ഒരു ഫൈൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഓരോരോ ഗ്രാഫ്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തതിനാണ് ഈ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഗ്രാഫ്റ്റ്സിന് നമ്മളൊരു ഈ ബ്ലഡ് pH മിമിക് ചെയ്യുന്ന ഒരു മീഡിയയിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇത് വി സ്റ്റോർ ഇറ്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. അപ്പോൾ ദിസ് ഇസ് ദ ഹോൾ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ. നമ്മളിപ്പോൾ സർജറിക്ക് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ ഒരു സർജറിക്ക് ഇത്രയൊക്കെ പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഇതിന് മുന്നേ എത്ര സമയമായിരിക്കും ഇത് എടുക്കുന്നത്? സർജിക്കൽ പ്രോസസ്സിന്റെ കാര്യമാണോ? അതെ, എത്ര മണിക്കൂർ എടുത്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സർജറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ. ഇത് യൂഷ്വലി ഇപ്പോൾ ഒരു ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രാഫ്റ്റ് എമൗണ്ട് ആണ് ആക്ച്വലി, ബട്ട് യൂഷ്വലി ഇറ്റ് ഇസ് എ 2-day പ്രൊസീജിയർ ഇത് ആക്ച്വലി. അപ്പോൾ നമുക്ക് 1 day തന്നെ നമുക്ക് ഇതൊരു മിനിമം ഓഫ് 6 to 8 hours സർജറിയാണ് ഇത്. ഇറ്റ്സ് ദാറ്റ് ലോങ് എ പ്രൊസീജിയർ ഇത്. അപ്പോൾ അതും നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് ചെയ്യുക. അതായത് നമ്മൾ ഇത് ഒരു ഭാഗത്ത് ലൈക്ക് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡോണറിൻ്റെ 1/2 നമ്മൾ ആദ്യം ഇതുപോലെ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഇത് മുഴുവൻ ഇംപ്ലാന്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഇതേ സെയിം പ്രോസസ് ഓൺ ദി അതർ ഹാഫ് ഇത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫുൾ പ്രൊസീജിയർ എടുക്കുന്നത്. അപ്പോൾ 2-day പ്രൊസീജിയർ, ഈച്ച് ഡേ ഇറ്റ് ടേക്സ് അബൌട്ട് 6 to 8 hours. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള 2 days കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 weekന് ശേഷം നമ്മൾ സിറ്റിംഗിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് അല്ലേ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 2 ദിവസം എടുക്കുന്ന പ്രോസസ്സാണ്. ആക്ച്വലി എനിക്ക് അത്രയും ടൈം എടുക്കും എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഹെയർ നമ്മൾ ഈ 2 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെയും നമ്മൾ തലയിലേക്ക് വെക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഒരു 4 hours തന്നെ ഈ ഗ്രാഫ്റ്റ്സ് ഇംപ്ലാന്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മളിവിടെ ഡെർമാഗ്ലോയിൽ നമ്മൾ എങ്ങനെയാ വെച്ചാൽ DHI ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത്. അതായത് സിംഗിൾ യൂസ് ഇംപ്ലാന്റർ പെൻസിൽ ഓരോരോ ഗ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു ക്ലിക്ക് പെൻ യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിങ്ങനെ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നമുക്കൊരു കറക്റ്റ് ഡെപ്തിൽ പോവും, ആംഗുലേഷൻ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ആംഗുലേഷനും ഇച്ചിരി ഡെൻസിറ്റിയിൽ നമുക്ക് പാക്ക് ചെയ്യാനും പറ്റും ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് ആകുമ്പോൾ. ഓക്കെ. ഇപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞു ഈ ഒരു 4 hours ആണ് നമുക്ക് ഇതിന് വേണ്ടി വരിക. അതിൽ നമുക്കൊരു 2000 to 3000 വരെ ഹെയർസ് നമുക്ക് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും സക്സസ്ഫുൾ ആയിരിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്? ഫുള്ളി സക്സസ്ഫുൾ ആയിരിക്കത്തില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 4 hours നമുക്ക് വെക്കാൻ പറ്റുന്ന അത്രയും ഗ്രാഫ്റ്റ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഇതൊരു ലിവിങ് ടിഷ്യൂ ആണ്. അപ്പോൾ ലിവിങ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 hours മാത്രമേ നമുക്ക് ആ ഈ മീഡിയത്തിൽ വെക്കണമെങ്കിൽ തന്നെ 4 hours നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇറ്റ് ഹാസ് ടു ഈ 4 hours ഈ ബോഡിക്കകത്ത് തിരിച്ച് ഇംപ്ലാന്റ് ആവണം. ഇല്ലെങ്കിൽ ഇപ്പം ചിലവരെ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ 3000 4000 ഒക്കെ എടുക്കും ഒരു ദിവസം തന്നെ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ ടൈമും അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ആവും. ഈ 4 hours വെക്കണം എന്നില്ല. അപ്പോൾ ഇറ്റ് മേ ഗോ അപ് ടു 6 hours or 8 hours. അപ്പോൾ ഇത്രയും സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റിൽ വെക്കുന്ന കുറേ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെറുതെ കൗണ്ട് തയ്ക്കാൻ വേണ്ടിയുള്ള മാത്രം ഗ്രാഫ്റ്റ്സ് ആയിരിക്കും. അതിന് ഗ്രോത്ത് വരണമെന്നില്ല, അത് എന്താ പറയുക ടേക്കപ്പ് ആവണമെന്നില്ല, ഇത് വളരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇറ്റ് ക്യാൻ എഫക്ട് ദ റിസൾട്ട് ഓൾസോ. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ DHI പറഞ്ഞ, അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? നമുക്കിപ്പോൾ റീസെൻ്റ്ലി വന്നതായിട്ടോ അല്ലെങ്കിൽ ഇതാണോ നമുക്ക് ആക്ച്വലി റീസെൻ്റ്ലി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ്? ഇതാണ് ഏറ്റവും റീസെൻ്റ്ലി വന്ന ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി DHI എന്ന് പറയുന്നത്. ഇതിന് മുമ്പേ കുറച്ചുകൂടി ഔട്ട്ഡേറ്റഡ് ആയ ടെക്നിക്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നീഡിൽ മെത്തേഡ് ഉണ്ട്, പിന്നെ സെഫൈ ടെക്നിക്ക്, അതായത് സ്ലിറ്റ് ടെക്നിക്ക്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി പഴകിയ മെത്തേഡ്സ് ആണ്. നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? നമുക്ക് കുറച്ചും കൂടി എന്തുകൊണ്ടാണ് അത് കൂടുതൽ ബെറ്റർ ആയി വരുന്നത്? DHI എന്ന് പറയുമ്പോൾ മറ്റേ സ്ലിറ്റ് ടെക്നിക്സ് ഒക്കെ എങ്ങനെയാ വെച്ചാൽ ഡെപ്ത് ഒന്നും നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാനുവലി നമ്മൾ ഒരു സ്ലിറ്റ് ഇങ്ങനെ ഇട്ട് പോകുന്നു, ആംഗുലേഷൻ മാറാം. എന്താ വെച്ചാൽ പിന്നീടാണ് ഈ ഗ്രാഫ്റ്റ്സ് ഒക്കെ ഓരോരോ സ്ലിറ്റ്സിലേക്ക് വെക്കുന്നത്. ഇവിടെ DHI അങ്ങനെയല്ല. DHI ഇറ്റ്സ് ലൈക്ക് ഒരു ഇംപ്ലാന്റർ പെന്നുണ്ട്, അതിൽ ഡെപ്ത് ഇത്രേ കയറാൻ പാടുള്ളൂ. ഇതൊക്കെ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആംഗുലേഷന് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ ഉണ്ടാവും.
പിന്നെ വളരെ തിൻ ആയിട്ടുള്ള ടിപ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡെൻസിറ്റിയിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും DHA ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ടും ഇച്ചിരി ബെറ്റർ റിസൾട്ടും ഈ DHAയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 2 days എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന്റെ ഹീലിംഗ് പ്രോസസ്സിന് എടുക്കുന്ന ഒരു ടൈം എത്രയായിരിക്കും? ഒരു ഇനീഷ്യൽ ഹീലിംഗ് ആക്ച്വലി ഒരു 1 month to 1.5 months ഉണ്ട് ഈ ഇനീഷ്യൽ ഹീലിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഈ ഫസ്റ്റ് 1 to 3 weeks എന്ന് പറയുന്നത് 1 to 3 months എന്ന് പറയുന്നത് ഷെഡിങ് ഫേസും ആണ്. അതായത് ഈ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റിൽ നിന്ന് ഉള്ള ഈ ഹെയർ ഉണ്ടല്ലോ, ഇത് മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് എന്നിട്ട് പിന്നെ അടുത്ത ഹെയർ സൈക്കിളിലാണ് ആക്ച്വൽ ഹെയർ ഇവരുടേത് വരാൻ പോകുന്നത്. അതായത് അപ്പോഴായിരിക്കും റിസൾട്ട് വരാൻ തുടങ്ങുന്നത്. 3 months കഴിഞ്ഞിട്ടേ യു ക്യാൻ എക്സ്പെക്ട് എനി റിസൾട്ട് സ്റ്റാർട്ട് ഷോയിങ്. ഇങ്ങനെ അപ്പോഴും റിസൾട്ട് വന്നു എന്നല്ല, എഗെയിൻ അത് അനദർ 3 to 4 months കഴിയുമ്പോഴേ നമുക്ക് ഫുൾ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതനുസരിച്ചുള്ളൊരു ടൈം പീരീഡ് നമുക്ക് എടുക്കും. ഇപ്പൊ നോർമലി ഒരു ഫുൾ കഷണ്ടി ഉള്ള ഒരാൾക്ക് നമുക്കിപ്പോ ഈ ഒരു പ്രോസസ്സിന് ഇത്രയും ടൈം എടുക്കും, 2 days എടുക്കുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇപ്പോൾ നോർമൽ അഡ്വർടൈസ്മെന്റിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ്ലി നമ്മുടെ ഹെയർ മൊത്തം മാറും, നമ്മുടെ ലുക്ക് മൊത്തം മാറും എന്നൊക്കെയുള്ള രീതിയിൽ കാണാറുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും? അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. എന്താ വെച്ചാൽ നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് ഫുൾ ബാൾനെസ് നമുക്ക് എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്. നമ്മൾ യൂഷ്വലി ഇതെങ്ങനെയാ വെച്ചാൽ മൾട്ടിപ്പിൾ സെഷൻസിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുക. അതും ഡിപ്പെൻഡിങ് ഓൺ ദ എന്താ പറയുക ഡെൻസിറ്റി ഓഫ് ദ ഡോണർ ഏരിയ. ഇപ്പോൾ ഡോണർ ഏരിയ നല്ല സ്ട്രോങ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു 2 to 3 സെഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ക്ലയൻസിൽ. അപ്പോൾ നമുക്കിപ്പം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു 8 months വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹെയർ ഗ്രോത്ത് എല്ലാം കണ്ടിട്ട് അപ്പോൾ ഈ ഒരു 8 months ഇവർ മെയിൻ്റനൻസ് തെറപ്പിയും എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻ കേസ് ഇപ്പം ഇവർക്ക് ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹെയർ ഉണ്ട്, കുറച്ചൊക്കെ ഹെയർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്നാണെങ്കിൽ ഈ മെയിൻ്റനൻസ് തെറപ്പിയിൽ ചിലപ്പം ഈ എക്സിസ്റ്റിംഗ് ഹെയറിൻ്റെ സ്ട്രെങ്ത്തും ബെറ്റർ ആവാം, ഇങ്ങനെ കുറച്ചുകൂടി കട്ടി കൂടാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു അനാലിസിസിൽ ഇപ്പോൾ നമുക്ക് ഒരു 6,000 7,000 ഗ്രാഫ്സ് വേണം എന്നാലേ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അനാലിസിസ് ആണെങ്കിൽ ചിലപ്പം ഇതൊരു ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ മേ ബി ഫസ്റ്റ് സെഷനിൽ നമ്മൾ 3,500 എടുത്തിട്ടുണ്ടാവും, ഓ 3,800 ഓ 3,000 ചിലപ്പോൾ എടുത്ത് കാണും. അപ്പോൾ ഇനിയും ബാക്കി ഒരു 3,000 എടുക്കണം എന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടു കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് തെറാപ്പി കഴിയുമ്പോൾ എക്സിസ്റ്റിംഗ് ഹെയർ കുറച്ചുകൂടി ബെറ്റർ ആകുമ്പോൾ മേ ബി ഇത്രയും 3,000 വേണ്ടി വരില്ലായിരിക്കാം പേഷ്യൻസിന്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൾട്ടിപ്പിൾ സെഷൻസിൽ പ്ലാൻ ചെയ്യുന്നു പറയുന്നതും. ഇങ്ങനെ മിക്കവർക്കും എങ്ങനെയാ വെച്ചാൽ ഒറ്റയടിക്ക് എല്ലാം തീർക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, ഇങ്ങനെയാണ്. പക്ഷേ നമ്മളിത് ഡിസ്കറേജ് ചെയ്യാനുള്ള റീസൺ ഇതാണ്. ചിലപ്പം ഇത്രയും ഒറ്റയടിക്ക് നമ്മളെല്ലാം ചെയ്യുമ്പോൾ ബാക്കിൽ ഡോണറിലും ഫുൾ പാച്ച് ആയിട്ട് വരാം. അപ്പോൾ അത് ഇനിയും വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ട് ഈസ്തെറ്റിക് ഇവരുടെ ബെറ്റർ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മൾട്ടിപ്പിൾ സെഷൻസിൽ പ്ലാൻ ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഇവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോങ് ഹെയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിന്റെ എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്? ലോങ് ഹെയർ ഇംപ്ലാന്റേഷനെ പറ്റിയാണ്. അതെ, ലോങ് ഹെയർ ഇംപ്ലാന്റേഷൻ ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും വിചാരം ഇങ്ങനെ അടുത്ത ദിവസം തന്നെ ഫുൾ അതേ ലെങ്ത് ഓഫ് ഹെയറിൽ തന്നെ പോവാം. പക്ഷെ അങ്ങനെയല്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഏതൊരു ഹെയർ ആണെങ്കിലും ഏതൊരു ഗ്രാഫ്റ്റ് ആണെങ്കിലും ഇതുപോലെ ഷെഡിങ് ഫേസ് ഉണ്ടാവും. അപ്പോൾ ലോങ് ഹെയർ ആയിട്ട് വെച്ചാലും ഈ ലോങ് ഹെയർ ഒക്കെ ഷെഡ് ചെയ്തിട്ട് ഇവർക്ക് അടുത്ത ഹെയർ സൈക്കിളിൽ ഇവർക്ക് ശരിക്കുള്ള ഹെയർ ഇനി ഗ്രോത്ത് വരുള്ളൂ. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഹെയർ ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ വെച്ചിരിക്കുന്ന ഏരിയയിൽ ഇതുപോലെ ഷെഡിങ് ഫേസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ ഗ്രോത്ത് ഫേസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നോർമലി നമ്മളിപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക, ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയുവാണെങ്കിൽ? ഇപ്പം ഏതൊരു സർജറി പോലെയും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് പെയിൻ, സ്വെല്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ കോമൺ ആണ്. അപ്പോൾ ഈ പെയിനും സ്വെല്ലിംഗ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള മെഡിക്കേഷൻസും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ചിലപ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ വെച്ചാൽ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കവറേജ് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് കുറയ്ക്കാനുള്ള മെഡിസിൻസും നമ്മൾ തരുന്നുണ്ടാവും. ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് ട്രീറ്റ്മെൻറ്റ് ഈസിലി നമുക്ക് പേഷ്യൻസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ആഫ്റ്റർ കെയർ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിലുണ്ട്. അതെ. അപ്പൊ എന്തൊക്കെ കാര്യം നമുക്ക് ഒരു ആഫ്റ്റർ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും? ആഫ്റ്റർ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതാണ്. അതായത് ഈ ആൻറ്റിബയോട്ടിക് കവറേജ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പിയൻറ്റ് ഈ ഇംപ്ലാന്റേഷൻ ചെയ്ത ഏരിയയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സൈറ്റിൽ ഇതുപോലെ നോർമൽ സെലൈൻ്റെ സ്പ്രേ നമ്മൾ തരുന്നതായിരിക്കും. അതൊരു 1 hour കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ഗ്രാഫ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ അപ്പ് ആയാൽ ഇതുപോലെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാം.
അപ്പോൾ അതുപോലെ തന്നെ ഡോണർ ഏരിയ, നമ്മളിപ്പോൾ ബാക്കിലത്തെ ഏരിയ എന്നാണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഡോണർ ഏരിയയുടെ കെയറും അതുപോലെ തന്നെ കൊടുക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ആൻറ്റിബയോട്ടിക്, ഒരു ഓയിൻമെൻറ്റ് എല്ലാ ദിവസവും 2 നേരമായിട്ട് തേച്ച് അത് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു തേച്ചങ്ങ് കൊടുക്കുക. ഇതൊരു 1 വീക്ക് പ്രോപ്പർലി ഫോളോ ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തി തുടങ്ങും അല്ലേ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ നോർമലി എല്ലാവരും തന്നെ കുറച്ച് സ്റ്റൈൽ ചെയ്യാനും ഇപ്പോൾ അതെ വുമൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി കൂടുതൽ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ സിറം യൂസ് ചെയ്യാനായിട്ട്, ഹെയറിൽ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സുകളായിട്ടും അതുപോലെ നമ്മൾ സ്റ്റൈലിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർ 1 ഇയർ ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല. 1 ഇയർ ഇല്ല. അപ്പോൾ ഇപ്പൊ ഡൈയിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ കളറിങ് ഇതൊക്കെ ആണെങ്കിലും ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് യു ക്യാൻ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇഫ് യു റിയലി വോണ്ട് ടു ആക്ച്വലി. ഇത് ഐഡിയലി ഒരു സർജറി കഴിഞ്ഞ ഒരു ഏരിയയിൽ ഇത് ചെയ്യാത്തതാണ് നല്ലത്. ഈവൻ സ്ട്രൈറ്റനിങ് ആണെങ്കിലും പോലും ചെയ്യാത്തതാണ് ബെറ്റർ. പക്ഷെ ചിലവർക്ക് ഇപ്പം അത് അവർ ആ ലുക്കിൽ യൂസ് ടു ആണ്, അങ്ങനെ തന്നെ വേണം. അങ്ങനെ ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, നമ്മളിപ്പോൾ നോർമലി എങ്ങനെയാണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ 2 ഡേയ്സ് എടുത്തിട്ടാണ് സർജറി വരുന്നത്, അത് കഴിഞ്ഞ് 1 വീക്ക് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വരാം, അങ്ങനെ ഒരുപാട് പ്രോസസ്സ്, കുറച്ചധികം പ്രോസസ്സ് ഉണ്ട്. നമ്മളൊരു 8 മന്ത് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞ് തന്നെ കംപ്ലീറ്റ്ലി നമ്മളുടെ ഇങ്ങനത്തെ പ്രോഡക്ട്സുകൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോർമലി ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഈ ഹെയർ പൊട്ടുക, അതുപോലെ തന്നെ ഹെയർ കളർ ഇതൊക്കെ കഴിയുമ്പോൾ ഒരുപാട് കൊഴിയുക, ഡ്രൈനെസ് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിനെ പറ്റി എങ്ങനെയാണ് പറയുന്നത്? ഇങ്ങനത്തെ കെമിക്കൽ പ്രോഡക്ട്സും ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഹെയറിന്റെ ഡീനേച്ചറേഷൻ ആണ് നടക്കുന്നത്. അതായത് ഹെയറിന്റെ യൂഷ്വൽ സ്ട്രാൻഡ്സിന്റെ ആ ഒരു ടെക്സ്ചർ മാറും, അതിന്റെ പ്രോട്ടീൻ സ്ട്രക്ചർ മാറും. അപ്പോഴാണ് ഈ ഹെയർ തിന്നാവുന്നു, ഹെയർ വീക്ക് ആവുന്നു. ദാറ്റ്സ് വെൻ ദിസ് ഹെയർ തിന്നിങ്, ഹെയർ ഫോൾ ഒക്കെ ചിലവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറ്റുന്നതും ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയാറുള്ളൂ. അങ്ങനെ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. ഒരു ഹെയറിന്റെ ഒരു ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ദ ഹെയർ. ഓക്കെ, നമ്മൾ നോർമലി അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് ആയിട്ടൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടി. അതെ, മാക്സിമം നാച്ചുറലി. ഇപ്പം യു ഹാവ് ടു ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നതിന്റെ ഒരു തിങ് ആണ് ആക്ച്വലി. അപ്പം നമ്മുടെ മാക്സിമം നമ്മുടെ നാച്ചുറൽ ഹെയർ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ അത് കെയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.